വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ പറയും, ആര് ഖബറിൻ്റെ അടുക്കലേക്ക് പോകുന്ന, ജാറത്ത് പോയിട്ട് ദുആ ചെയ്യുന്ന, മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ പറയും, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പഠിക്കാനുണ്ട്, ശരിക്കും മനസ്സിലാക്കാനുണ്ട്. അള്ളാഹുവിന് കൊടുക്കാനുള്ള കഴിവുണ്ടോ? ആ ഉണ്ട്. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പം മരത്തിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, കല്ലിനെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, മരിച്ച ഒരാളെ സംസാരിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്, ആ മരിച്ച ഒരാൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിവ് കൊടുക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ്. അങ്ങനെ കൊടുത്ത കഴിവിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ആശയക്കുഴപ്പം, അല്ല കൊടുത്ത കഴിവെന്നല്ലേ. ഒന്ന്, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, ഏറ്റവും വലിയ ദുൽമായിട്ട് അള്ളാഹു പഠിപ്പിച്ചത് എന്താണ്? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹിൻ്റെ പേരിൽ ആരോപണം നടത്തുന്ന ആൾ, അവനേക്കാൾ അക്രമിയാരുണ്ട്. അപ്പം അള്ളാഹു അങ്ങനെ കൊടുത്തതായിട്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല, സഹീഹായ ഹദീസിലും അള്ളാഹു പറഞ്ഞിട്ടില്ല, ഇന്നൊരാൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്, ഇന്നാൾക്ക് ഇന്ന കഴിവ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു എന്നൊരാൾ പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ പേരിലുള്ള കളവാണ്. അതിൻ്റെ പേരിലാണ് നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അതന്നെ ഒന്നാമത്തെ ദുൽമ്, ഒന്നാമത്തെ പിഴവ്. രണ്ടാമത്തേത്, ഒരാൾ പറയാണ്, ആര്, ഒരു കൃഷ്ണേട്ടൻ പറയാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ശ്രീകൃഷ്ണനോട് ഞാൻ ചോദിക്കുന്നു. ഇവരെ ഈ വാദപ്രകാരം അവൻ ആരല്ല, മുശ്രിക്കല്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് ജോസേട്ടൻ പറയാണ്, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും ഈസാനോട് ഞാൻ ചോദിക്കുന്നു. പറഞ്ഞൂടെ? അവർ രണ്ടാളും കാഫിർ. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് മൊയ്തീൻ ഷേഖിനോട് ഞാൻ ചോദിക്കുന്നു, ഓ മുസ്ലിം. രണ്ടും മൂന്നെന്താ വ്യത്യാസമുള്ളത്? മൂന്നൊന്നാണ്. വലിയ അബദ്ധമാണത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് എന്ന് നോക്കിക്കോ. മക്കത്തെ മുശ്രിക്കീങ്ങൾ അവരും എന്താണ് വാദിച്ചത്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവരും ചോദിച്ചത്. തെളിവെന്താണ്? അവരുടെ തൽബിയത്ത്. മക്കത്തെ മുശ്രിക്കുകളുടെ തൽബിയത്ത്. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ഇബ്രാഹിം മില്ലത്തിലായിരുന്ന ആൾക്കാരല്ലേ. ഇബ്രാഹിം മില്ലത്തിൽ നിന്നാണ് അവർ തെറ്റിയത്. അവർ ഹജ്ജ് ചെയ്യായിരുന്നു. ഹജ്ജ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും? തൽബിയത്ത് പറയും, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക്. അങ്ങനെ പറയും. പിന്നെ പറയും ഇല്ലാ ശരീക്കൻ. ലബ്ബൈക എന്നാണ് അല്ലാഹു നിനക്ക് ഉത്തരം നൽകി ഞാൻ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരൻ